IT ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിലുള്ള ലെവലിങ്ങിൻ്റെ പോർഷനിൽ ഫസ്റ്റ് ഇയറിൻ്റെ ടോപ്പിക്കാണ്. ഇതിൽ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ എങ്ങനെ നമുക്കൊരു ലെവലിങ്ങിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ HI മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും അതും കാണണം ഇതും കാണണം. കാരണം ഏതെങ്കിലും ഒരു മെത്തേഡായിരിക്കും എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത്. ഇപ്പോൾ സെയിം നമ്മൾ ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ടേബിൾ വരച്ചിട്ട് അതിൻ്റെ ഹെഡിങ്സ് കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ബാക്ക് സൈറ്റ്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, ദെൻ റൈസ് ഫോൾ എന്ന് പറഞ്ഞിട്ട് 2 കോളംസ് എക്സ്ട്രാ ഇവിടെ വരുന്നുണ്ട്. ദെൻ RL ആൻഡ് ലാസ്റ്റ് കോളം റിമാർക്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റീഡിങ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ടേബിളിലോട്ട് എടുത്തെഴുതി കൊടുക്കാം. ഇവിടെയും ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സെയിം കേസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് റീഡിങ്സ് എഴുതേണ്ടത്, ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് റീഡിങ്സ് എഴുതുമ്പോൾ വരുന്ന പ്രത്യേകതകൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ചിത്രമൊക്കെ വരച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. തന്നിട്ടുള്ള എല്ലാ റീഡിങ്സിനെയും ഞാൻ ഈ കോളത്തിലോട്ട് എടുത്തെഴുതാൻ പോവാണ്. അപ്പോൾ ഇതാണ് ചേഞ്ച് പോയിൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഫോർ സൈറ്റും അതിൻ്റെ തൊട്ട് ബാക്കിലൊരു ബാക്ക് സൈറ്റും വരുന്നുണ്ട്. 4ാമത്തെ റീഡിങ്ങിന് ശേഷമാണ് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ആ 4ാമത്തെ റീഡിങ് നമ്മൾ ഫോർ സൈറ്റിൻ്റെ കോളത്തിലെഴുതുന്നു. തൊട്ടടുത്ത 5ാമത്തെ റീഡിങ് അതിൻ്റെ നേരെ ബാക്ക് സൈറ്റിൻ്റെ കോളത്തിലെഴുതുന്നു. ആൻഡ് ദെൻ ഇൻ്റർമീഡിയറ്റ് സൈറ്റുകളൊക്കെ എഴുതി കൊടുത്തു. അവസാനത്തെ ഫോർ സൈറ്റും എഴുതി. അപ്പോൾ ഇത്രയാണ് ടേബിളിൽ വരുന്ന റീഡിങ്സ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ റൈസ് ആൻഡ് ഫോൾ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവ് വാല്യൂവും ഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. തന്നിട്ടുള്ള പോയിന്റുകൾക്കൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് അത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പം ഇനി നമ്മൾ ആദ്യം ഇതിൽ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 2 റീഡിങ്ങുകൾ തമ്മിൽ പരസ്പരം കുറയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവരുടെ പേരെഴുതിയിട്ട് നമുക്ക് കുറയ്ക്കാം. ഫസ്റ്റത്തെ ബാക്ക് സൈറ്റാണ്. അപ്പോൾ അതിന് BS1 കൊടുത്തു. ഫസ്റ്റത്തെ ഇൻ്റർമീഡിയറ്റ് സൈറ്റാണ് IS1 കൊടുത്തു. ഇനി ഈ 2 വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, അവർ തമ്മിൽ കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. -0.541 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ ഫോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഇത് നമ്മൾ കുറച്ച് കിട്ടിയ നെഗറ്റീവ് വാല്യൂ നമ്മൾ ഫോളിൻ്റെ കോളത്തിൽ എഴുതാൻ പോവാണ്. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റത്തെ ലൈൻ നമ്മൾ വിട്ടിട്ട് 2ാമത്തെ ലൈൻ തൊട്ട് വേണം അത് എഴുതി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ആ 0.541 എന്നുള്ള വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ എഴുതുമ്പോൾ മൈനസ് എഴുതണം എന്നില്ല, കാരണം ഓൾറെഡി നമുക്കറിയാം ഫോളിൻ്റെ കോളത്തിൽ നമ്മൾ മൈനസ് വാല്യൂസാണ് എഴുതുന്നത്. ഇനി നെക്സ്റ്റ് 2 റീഡിങ്സ് നമ്മൾ കുറയ്ക്കാൻ പോവാണ് കേട്ടോ. അതായത് IS1 നമ്മൾ IS2 കുറയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എഗെയിൻ നമുക്കൊരു മൈനസ് വാല്യൂ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ എവിടെ എഴുതണം, നെക്സ്റ്റ് കള്ളിയിലായിട്ട് ഫോളിൻ്റെ താഴെയായിട്ട് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത 2 റീഡിങ്സ് തമ്മിൽ കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ആരോ ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളത് വീണ്ടും ഫോളിൻ്റെ കോളത്തിലാണ് എഴുതി കൊടുക്കുന്നത്. ഇനി അടുത്ത 2 റീഡിങ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്ത് ഈ 2 ബാക്ക് സൈറ്റും ISഉം തമ്മിലാണ് കുറയ്ക്കുന്നത്. അല്ലാതെ 2 ബാക്ക് സൈറ്റും ഫോർ സൈറ്റും നമ്മൾ ഡയറക്റ്റ് കുറയ്ക്കില്ല കേട്ടോ. അതും ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക. എങ്കിൽ മാത്രമേ പ്രോബ്ലം തെറ്റാതെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് BS2 ആയിരുന്നു. നെക്സ്റ്റ് IS3 തമ്മിൽ കുറച്ച് കൊടുക്കുകയാണ്.
എഗെയിൻ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ അതിൻ്റെ നേരെയുള്ള കോളത്തിൽ എഴുതി കൊടുക്കുകയാണ് 0.961. ഇനി അടുത്ത 2 റീഡിങ്സ് കുറച്ച് കൊടുക്കാം. IS3 മൈനസ് IS4. അപ്പോൾ ഇവിടെ കുറച്ച് സമയത്ത് നമുക്കൊരു പോസിറ്റീവ് സംഖ്യയാണ് കിട്ടിയത് കേട്ടോ, നെഗറ്റീവ് സംഖ്യയല്ല. അതുകൊണ്ട് നമ്മളിത് റൈസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്. 2 റീഡിങ്സ് തമ്മിൽ കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ഫോളിൻ്റെ താഴെ എഴുതി കൊടുക്കണം. അത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതി കൊടുക്കണം? റൈസിൻ്റെ താഴെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളത് റൈസിൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കുകയാണ് കേട്ടോ, 1.094. നെക്സ്റ്റ് ലാസ്റ്റ് 2 റീഡിങ്സ് തമ്മിലും കൂടെ കുറച്ച് കൊടുക്കാം. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണെന്ന് നോക്കാം. ഫൈനൽ വാല്യൂ നമുക്ക് നെഗറ്റീവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ഫോളിൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കുകയാണ് 0.423. ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസ്, ഫസ്റ്റ് സെറ്റ് ഓഫ് കാൽക്കുലേഷൻസ് കഴിഞ്ഞു. ഓരോ റീഡിങ്സും റൈസ് ആണോ ഫോൾ ആണോ എന്നുള്ള കാര്യം കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? RL കാൽക്കുലേറ്റ് ചെയ്യാം. RL ഓഫ് 0.1 ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ RL കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് പോയിൻ്റ് ആണല്ലോ, അപ്പോൾ നമ്മൾ ബെഞ്ച് മാർക്കിൻ്റെ RL വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബെഞ്ച് മാർക്കിൻ്റെ RLൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റത്തെ ഫോൾ റീഡിങ് കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഫോൾ ആയതുകൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. സപ്പോസ് അത് റൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 100.000 മൈനസ് അവിടെ തൊട്ട് താഴെയുള്ള ഫോൾ വാല്യൂ എത്രയാണെന്ന് നോക്കി, 0.541 ആണ്. അപ്പോൾ അത് കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 99.459 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ഇതാണ് 0.1ൻ്റെ RL ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിൻറ്റിൻ്റെ RL കണ്ടെത്താൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ RL ഓഫ് 0.2. അപ്പോൾ ഇവിടെ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ തൊട്ട് മുമ്പ് കിട്ടിയ RL വെച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത പോയിൻറ്റിൻ്റെ RL കണ്ടെത്തുക. അപ്പോൾ ഈ 99.459 മൈനസ് 1.212 ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത പോയിൻറ്റിൻ്റെ RL കിട്ടുക. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം തൊട്ട് മുമ്പത്തെ RLനെ റെഫറൻസ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഫോൾ ആണെങ്കിൽ നമ്മൾ കുറച്ച് കൊടുക്കുന്നു, റൈസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബാക്കി എല്ലാ പോയിൻറ്റുകളുടെയും നമുക്ക് കണ്ടെത്താം.
RL(0.4) കാണുമ്പോൾ നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ, കാരണം അത് റൈസിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമ്മളതവിടെ ആഡ് ചെയ്ത് കൊടുത്തു, തൊട്ട് മുമ്പത്തെ RL വാല്യൂ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 97.483 എന്നുള്ള ആൻസർ കിട്ടി. ഞാൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് തിരുത്തുന്നുണ്ടേ, നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലും നമുക്കിനി അരിത്തമെറ്റിക് ചെക്ക് ചെയ്യണം. അപ്പോൾ റൈസ് ആൻഡ് ഫോൾ മെത്തേഡാണ് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് എപ്പോഴും പറയാറ്. കാരണം ഇതിത്തെ ചെക്ക് ചെയ്യുന്നത് സിഗ്മ ബാക്ക് സൈഡ് മൈനസ് സിഗ്മ ഫോർ സൈഡ് ഈക്വൽ ടു സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ ഈക്വൽ ടു ലാസ്റ്റ് RL മൈനസ് ഫസ്റ്റ് RL. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ കൂടെ ഉള്ളത് കാരണം കുറച്ചും കൂടി നമ്മളിതിൽ ചെക്ക് കൂടുതൽ ചെയ്യുന്നുണ്ട് HI മെത്തേഡിനെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. സിഗ്മ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ബാക്ക് സൈറ്റ് മൊത്തം കൂട്ടിയത്. സിഗ്മ ഫോർ സൈറ്റ് എന്ന് പറയുന്നത് ഫോർ സൈറ്റ് മൊത്തം കൂട്ടിയത്. ഇനി സിഗ്മ റൈസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള റൈസ് വാല്യൂസ് മൊത്തം കൂട്ടിയതും, സിഗ്മ ഫോൾ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫോൾ വാല്യൂസ് മൊത്തം കൂട്ടിയതും. ഇവിടെ ഇപ്പോൾ റൈസ് ആകെ ഒറ്റ വാല്യൂ ഉള്ളൂ, അതുകൊണ്ട് ആ വാല്യൂ നേരിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നോക്കാം കേട്ടോ. അപ്പോൾ 3 ആൻസേഴ്സും നമുക്ക് -2.940 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവരും ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം.